വെള്ളം നന്നായിട്ട് കളഞ്ഞെടുക്കണം. സൈഡ് വഴി ഇട്ടിട്ട് കൊടുക്കണം. എയർ കയറാൻ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ചകിരിച്ചോറാണ്. ഇത് 1 കിലോയുടെ ഒരു പാക്കറ്റായിരുന്നു. അപ്പോൾ ചകിരിച്ചോറ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ചെറുതായിട്ട് ചൂടായപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ഈ ചകിരിച്ചോറിനകത്തൊക്കെ കറ കാണും. അപ്പോൾ ആ കറയെല്ലാം കൂടെ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലതായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ചകിരിച്ചോറ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇത് കുറേ സമയം വെച്ചിട്ട് മാത്രമേ ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. നല്ല ചൂടായിരിക്കും. എന്നിട്ട് ഇതുപോലെ ഒരു തുണിയിലോട്ട് ഇത് നിരത്തിയിട്ട് കൊടുത്തേച്ചാൽ മതി. ഇത് നിരത്തുമ്പോൾ തന്നെ അതൊന്ന് തണുത്ത് വരുന്നുണ്ട്. ഈ തുണിയൊക്കെ നമ്മൾ ഡെറ്റോൾ വെച്ച് കഴുകിയിട്ട് ഉണങ്ങിയെടുത്തേക്കുന്നു കേട്ടോ. ഇത് നമ്മുടെ കൂണിൻ്റെ വിത്താണ്. കൂണിൻ്റെ വിത്ത് ഇങ്ങനെ കട്ടയായിട്ടാണ് കിട്ടുന്നത്. അതിങ്ങനെ പൊടിച്ചെടുത്താൽ വെച്ചാൽ മതി. നമ്മൾ തിരുമ്പത്തേനും അതെല്ലാം കൂടി ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ പോരും. ഇത് 150 ഗ്രാം ആട്ടോ. ഇത് നമ്മളൊരു കവർ എടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യം കുറച്ച് ചകിരിച്ചോറ് ഇട്ടിട്ട് അതിൻ്റെ സൈഡ് വഴിയാണ് നമ്മൾ ഈ കൂണിൻ്റെ വിത്തിടുന്നത്. നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ കാണാം. അങ്ങനെ നമ്മളൊരു 3 ലെയറാക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മുറുക്കെ കെട്ടിയെടുക്കണം. ഇത് അതിൻ്റെ മുകൾവശം നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ടാണ് ഇത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മുകൾ വശം കെട്ടിയെടുക്കുന്നത്. നമ്മൾ ഈ കൂടെല്ലാം ഡെറ്റോൾ വെച്ച് തുടച്ചെടുത്തേക്കുന്ന ഈ കൂടെല്ലാം. പിന്നെ നമ്മളൊരു പിന്നോ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് ഇതിനിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കണം, എയർ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഹോൾസിനകത്തോടെ വെള്ളം കയറുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. പിന്നെ വെച്ചിട്ട് എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് കൂൺ പൊട്ടി വിടുമ്പോൾ നമ്മളിത് ഒരു കമ്പ് വെച്ചിട്ടാണ് ഇത് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കൂണ് പൊട്ടി വരുന്ന സമയത്ത് വേറെ ഹോൾസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അത്യാവശ്യം വലുപ്പമുള്ള ഹോൾസ് നമ്മളിട്ട് കൊടുത്തേക്കുന്നത്. ഇത് ഫുള്ള് ഇങ്ങനെ ഹോൾസാക്കി ഇട്ടിട്ടുണ്ട്. എല്ലാത്തിലും നമ്മളൊരു 3 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 ബെഡിനുള്ള ചകിരിച്ചോറ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 3 ബെഡാണ് ഉണ്ടാക്കിയേക്കുന്നത്. കണ്ടോ ഹോൾസ്, ലെയർ കയറാനൊക്കെ ആയിട്ടാണ്. നമ്മൾ ഇങ്ങനെയാണ് കൂട് കെട്ടിയെടുക്കുന്നത്. ഈ ആദ്യം കൂടിൻ്റെ അടിവശത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതങ്ങ് കെട്ടണം. എന്നിട്ട് നേരെ കൂട് തിരിച്ചെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കൂടെടുക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ നിറച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ബെഡ് റെഡിയാക്കിയിട്ടുണ്ട്. 3 ബെഡിനുള്ള ചകിരിച്ചോറേ ഉണ്ടായിരുന്നുള്ളൂ.